നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം സ്കൂട്ടർ കത്തിനശിച്ചു. പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാവിലെ 8:30 തൊടുപുഴ സ്വദേശി ബൈജു ടിയാടന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറാണ് കത്തിനശിച്ചത്. മേക്കടമ്പ് MIN പള്ളിക്ക് സമീപമുള്ള കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം. 2 തവണയായാണ് ആക്രമണം നടന്നത്. മേക്കടമ്പിൽ കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. അക്രമിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിരലടയാള വിദഗ്ധരും മൂവാറ്റുപുഴ പോലീസും സ്ഥലത്തെത്തി. കോതമംഗലത്ത് MDMAയുമായി യുവതിയും യുവാവും പിടിയിൽ. കോതമംഗലം എക്സൈസാണ് പ്രതികളെ പിടികൂടിയത്. 37.229 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. പാക്കാട് കാരനാട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം മാർച്ച് 21, 22 തീയതികളിൽ നടത്തപ്പെടും. 23 രാവിലെ 5 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 തൊടുപുഴ സ്വദേശി ബൈജു ടിയാടന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറാണ് കത്തിനശിച്ചത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് തീ പിടിച്ച് കത്തിനശിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 ജനറൽ ആശുപത്രിക്ക് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി ബൈജു ടിയാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറാണ് കത്തിനശിച്ചത്. സ്വിഗ്ഗി ഡെലിവറി നടത്തുന്ന ബൈജു ഓർഡർ സ്വീകരിക്കുന്നതിനായി തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴയിലെത്തി വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം തിരികെ എത്തി വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് തീപിടുത്തമുണ്ടായതെന്ന് ബൈജു പറഞ്ഞു. വാഹനത്തിന് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മൂവാറ്റുപുഴ ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. മേക്കടമ്പ് MIN പള്ളിക്ക് സമീപമുള്ള കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. ബുധനാഴ്ച പുലർച്ചെ 2 തവണയായാണ് ആക്രമണം നടന്നത്. ദേശീയപാതയോരത്ത് മേക്കടമ്പ് MIN പള്ളിക്ക് സമീപമുള്ള കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. മേക്കടമ്പ് ഓലിക്കൽ അജി ചാക്കോയുടെ ഉടമസ്ഥതയിലുള്ള മൈക്കാർ ഷോറൂമിന് നേരെയാണ് ബുധനാഴ്ച പുലർച്ചെ 2 തവണയായി ആക്രമണം നടന്നത്. ഷോറൂമിന് സമീപത്തെ ബേക്കറിക്ക് നേരെയും ആക്രമി പെട്രോൾ ബോംബെറിഞ്ഞു. പുലർച്ചെ 3-നും 5:30-ക്കും ഇടയിലാണ് എറണാകുളം ഭാഗത്തു നിന്നും കാറിലെത്തിയ യുവാവ് ആക്രമണം നടത്തിയത്. കുപ്പിയിൽ പെട്രോൾ നിറച്ച് തുണി തിരുകി തീ കൊളുത്തി ഷോറൂമിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. കുപ്പികൾ പൊട്ടിത്തെറിക്കാത്തതിനാലും തീ പടരാത്തതിനാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ചു. പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടും തീ പടരാത്തതിനെ തുടർന്ന് ആക്രമി പലവട്ടം സിഗരറ്റ് കത്തിച്ച് അകത്തേക്ക് എറിയുന്നതും ദൃശ്യങ്ങളിലുണ്ട്.
എങ്ങാണ്ടെന്നൊക്കെ പേപ്പർ എടുത്തു. അതെങ്ങാണ്ട് 2 വീട്ടിൽ നിന്ന് പേപ്പർ എടുത്തു. പിന്നെ കത്താത്തോണ്ട വന്ന് ചാടി കയറി. ഞാൻ പേപ്പർ എടുത്ത് പിന്നെ കത്തിക്കും. ഓ പേപ്പർ അപ്പൊ എപ്പോഴാണ് നീ ഇപ്പൊ തീയിട്ട് എപ്പോഴാണ് കത്തിയത്? ഷോറൂമിനുള്ളിൽ ആ സമയം വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 25ഓളം കാറുകളാണ് ഉണ്ടായിരുന്നത്. ദേശീയപാതയിലൂടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതീവ അപകടകരമായ രീതിയിൽ ആക്രമണം നടന്നത്. മൂവാറ്റുപുഴ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമി എത്തിയ കാർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വൈരാഗ്യമാണോ അതോ മറ്റ് സാമൂഹിക വിരുദ്ധ ലക്ഷ്യങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മേക്കടമ്പിൽ കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ അക്രമിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിരലടയാള വിദഗ്ധരും മൂവാറ്റുപുഴ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയോരത്ത് മേക്കടമ്പ് MIN പള്ളിക്ക് സമീപമുള്ള കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി മൂവാറ്റുപുഴ പോലീസ്. ബുധനാഴ്ച പുലർച്ചെ മേക്കടമ്പ് ഓലിക്കൽ അജി ചാക്കോയുടെ ഉടമസ്ഥതയിലുള്ള മൈക്കാർ ഷോറൂമിന് നേരെയാണ് 2 തവണയായി ആക്രമണം നടന്നത്. ഷോറൂമിന് സമീപത്തെ ബേക്കറിക്ക് നേരെയും അക്രമി പെട്രോൾ ബോംബെറിഞ്ഞിരുന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെ പിടികൂടി ആക്രമണത്തിന്റെ കാരണം അറിയണമെന്ന് ഷോറൂം മാനേജർ സിൻഡോ പറഞ്ഞു. അത് എറിഞ്ഞപ്പം 3 കുപ്പിയായിരുന്നു എറിഞ്ഞത്. 3 കുപ്പിയിൽ 1 കുപ്പി കാറിനടിയിലേക്കാണ് പോയത്. ഇത്രയും കാറുകളോടൊപ്പം ആ കാറിനടിയിലേക്കാണ് അതെല്ലാം പോയത്. ബാക്കി 2 കുപ്പി പൊട്ടി അവിടെ ചെതറി കിടക്കുന്നു. അതിലെ പെട്രോൾ പുള്ളിയാണ് കത്തിച്ചത്. കടയുടെ ഗ്ലാസ് നമ്മൾ പുള്ളി ആദ്യം, അതായത് 3:30 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പെട്രോൾ അകത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഇത് കത്തനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി കടയുടെ ഫ്രണ്ടിൽ തുണി കൂട്ടിയിട്ടിട്ട് അവിടെ പെട്രോൾ ഒഴിച്ച് അവിടെ കത്തിച്ചു. കടയുടെ ഫ്രണ്ടിൽ സംഭവിച്ചു. അങ്ങനെയാണ് അവിടുത്തെ കടയുടെ ഗ്ലാസിൻ്റെ ഫ്രണ്ട് പൊട്ടിയത്. അത് ഉള്ളിലേക്കും കത്തിക്കയറി. ഉള്ളിലത്തെ മാറ്റം കുറേ കത്തിപ്പോയിട്ടുണ്ട് കടയിൽ. ഞാൻ രാവിലെ ഇതുപോലെ 6 മണിയായപ്പോൾ എൻ്റെ വൈഫിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. പുള്ളിക്കാരത്തി ഇവിടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഇവിടെ കത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറി ഇവിടുത്തെ ഷോറൂമിൻ്റെ ഓണറേയും വിളിച്ചു. ഞങ്ങളോട് കൂടി ബാക്കി തീ അണച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്കും ബാക്കിയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളും ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ. നാശനഷ്ടങ്ങൾ അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടുതലും അതിനേക്കാൾ ഉപരി എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്താണ്, ഇത് ചെയ്തതിൻ്റെ കാരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം നമുക്കിവിടെ വേറെ അങ്ങനെ നാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ വേറെ ആരുമായിട്ടോ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ആൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, നാളെ ഇതിൻ്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുമോ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മെയിനായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം അതാണ്. ഞങ്ങളതുകൊണ്ട് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ അവർ വന്നു. ഇന്നലെയും വന്നു. ഇന്നലെ വൈകുന്നേരം CI സാർ വന്നു. അതിനുശേഷം ഇപ്പോൾ രാവിലെ വന്നു. ഇപ്പോൾ ഫോറൻസിക്കാർ അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആളെ പിടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമി എത്തിയ കാർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വൈരാഗ്യമാണോ അതോ മറ്റ് സാമൂഹിക വിരുദ്ധ ലക്ഷ്യങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പെട്രോൾ ബോംബ് ആക്രമണം നടന്ന കാർ ഷോറൂമിൽ സന്ദർശനം നടത്തി LDF സ്ഥാനാർത്ഥി. ആശങ്ക ഉണർത്തുന്ന സംഭവമാണ് നടന്നതെന്നും സാമൂഹിക വിരുദ്ധർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും LDF സ്ഥാനാർത്ഥി N അരുൺ. മേക്കടമ്പ് MIN പള്ളിക്ക് സമീപം പെട്രോൾ ബോംബ് ആക്രമണം നടന്ന കാർ ഷോറൂമിൽ സന്ദർശനം നടത്തി LDF സ്ഥാനാർത്ഥി N അരുൺ. ബുധനാഴ്ച പുലർച്ചെയാണ് 2 തവണയായി മേക്കടമ്പ് ഓലിക്കൽ അജി ചാക്കോയുടെ ഉടമസ്ഥതയിലുള്ള മൈക്കാർ ഷോറൂമിന് നേരെ ആക്രമണം നടന്നത്. LDF സ്ഥാനാർത്ഥി N അരുണും സംഘവും ചേർന്നാണ് ഷോറൂമിൽ സന്ദർശനം നടത്തിയത്. ആശങ്ക ഉണർത്തുന്ന സംഭവമാണ് നടന്നതെന്നും സാമൂഹിക വിരുദ്ധർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും N അരുൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ മേക്കടമ്പിൽ ഉണ്ടായിട്ടുള്ളത്, ഈ സ്ഥാപനത്തിലേക്ക് രാത്രിയിൽ പെട്രോൾ ബോംബ് എറിയുകയും ഇവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആശങ്ക ഉണർത്തുന്ന ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികളെ, പോലീസിനെ ഇതിൻ്റെ ഉടമസ്ഥനെ അറിയിക്കുകയും പോലീസ് വന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഫോറൻസിക് ടീം വരും. ഇത്തരം സാമൂഹ്യ വിരുദ്ധരിൽ, ഇത്തരം ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിയെത്തിയ കാർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.
കോതമംഗലത്ത് MDMAയുമായി യുവാവും യുവതിയും എക്സൈസ് പിടിയിൽ. 37.229 ഗ്രാമോളം MDMAയുമായി ഏലപ്പാട് സ്വദേശി റിസാന ഫാത്തിമയും കോതമംഗലം സ്വദേശി അനന്തു പ്രസാദുമാണ് പിടിയിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മാരക രാസലഹരിയായ MDMAയുമായി യുവതിയും യുവാവും പിടിയിൽ. കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MPയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇടുക്കി ഏലപ്പാട് സ്വദേശി ഒറ്റപ്ലാക്കൽ റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ പൂത്തോളിൽ അനന്തു പ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 37.229 ഗ്രാമോളം MDMA പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. ദിവസേന 3000 രൂപയോളം വാടകയ്ക്കുള്ള ഹോട്ടൽ റൂമുകളിൽ ആഡംബര ജീവിതം നയിച്ചായിരുന്നു പ്രതികളുടെ ലഹരി ഇടപാടുകൾ. കോതമംഗലത്ത് സമീപകാലത്ത് നടന്നിട്ടുള്ള വലിയ മയക്കുമരുന്ന് കേസാണിതെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MP പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് അവർക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയതും. ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരമല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കെയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ക്യാച്ചാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന കണ്ണികളെ നമ്മൾ എന്ത് വില കൊടുത്തും അത് തടയാൻ ഉള്ള ഒരു പരിശ്രമമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളിലാണ് ഇവർ കൂടുതലും ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയും ഈ കോളേജ് കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അത്തരം ഒരു വ്യാപനം കൂടുതലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പം അതുകൊണ്ട് ഇവരെ നമുക്ക് തടയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അതിനൊരു ചെറിയ അളവിലെങ്കിലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും നടത്തുക. ഇതിൻ്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യും. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MP നേതൃത്വം നൽകിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സിദ്ദിഖ് AE, പ്രിവന്റീവ് ഓഫീസർ ഷമീർ VA, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ റസാഖ് KA, സുനിൽ PS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, അഖിലേഷ് വേലായുധൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റെൻസി KA എന്നിവരാണുണ്ടായിരുന്നത്. കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. പാക്കാട് കാരണാട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണ മഹോത്സവം മാർച്ച് 21, 22 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 23 രാവിലെ 5 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പെരുമ്പല്ലൂർ വള്ളിക്കട ചെറുപറമ്പിൽ CM ജോസ് 73 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 4:30 പെരിങ്ങട് സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ മേഴ്സി കണ്ണൂർ ചെറുപുഴ നിർണാൽ കുടുംബാംഗം. മക്കൾ റോസ്മി, ആന്റണി, മാത്യൂസ്. മരുമക്കൾ ജിതിൻ വട്ടോലി പൂവത്തുശ്ശേരി, നീതു വട്ടോലി പൂവത്തുശ്ശേരി. മരുമക്കൾ ജിതിൻ, നീതു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.